കനത്ത സുരക്ഷയുള്ള UAE-യുടെ അൽബറക്ക ആണവ നിലയം ഫോട്ടോ എടുക്കാൻ അനുമതി ലഭിച്ച ഒരു മലയാളിയാണ് നമ്മോടൊപ്പം ഉള്ളത്. തൃശ്ശൂർ ആമ്പല്ലൂർ സ്വദേശി ഷിഹാബ് അബ്ദുള്ള. ഷിഹാബ് ഫോട്ടോഗ്രാഫറാണോ? ഫോട്ടോഗ്രാഫർ അല്ല, മെക്കാനിക്കൽ ഡിസൈനറാണ്. വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. ഫോട്ടോഗ്രാഫി ഒരു പാഷനായിട്ട് കൊണ്ടെടുക്കുന്നത്. യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എങ്ങനെയാണ് ഈ ആണവ നിലയത്തിലേക്ക് എത്തുന്നത്? ആണവ നിലയത്തിൽ എത്തണേ അതൊരു വലിയൊരു സ്റ്റോറിയാണ്. ഞാൻ ഈ നോട്ടിലുള്ള സ്ഥലമാണ് ഷാർജ സെൻട്രൽ സൂക്ക്, 5 ദിർഹംസിലത്തെ. ഇത് കുറച്ചു കാലം മുമ്പായി, കുറച്ച് വർഷങ്ങളായി ഈ ഫോട്ടോസ് എടുത്ത സമയത്ത് ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ടായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടപ്പോൾ ഇത് 5 ദിർഹംസിലുള്ള സ്ഥലമല്ലേ എന്ന് തോന്നിയിട്ട് ഞാൻ പോയി ഫോട്ടോ എടുത്തതാണ്. അങ്ങനെ ഫ്രണ്ടായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു ഷീറ്റ് പോലെ ഏതൊക്കെ സ്ഥലങ്ങളുണ്ടെന്നുള്ളതൊക്കെ തപ്പി കണ്ടുപിടിച്ച് അങ്ങനെ നോട്ടിലെ ചിത്രങ്ങൾ പകർത്താൻ തീരുമാനിച്ചു. അത് ലാസ്റ്റ് നമ്മുടെ ഈ 1000 ദിർഹംസിൽ വെച്ചിട്ട് സ്റ്റക്കായി. ഓക്കെ. കാരണം ഈ 1000 ദിർഹത്തില് ആണവ നിലയുണ്ട്. അത് നമുക്ക് അങ്ങനെ എൻ്റർ ചെയ്ത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ന്യൂസ് വന്ന സമയത്ത് ഒരു 8 മാസം ഏകദേശം ഒരു 8 മാസം കംപ്ലീറ്റ് ആയി. അതായത് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് ഇറങ്ങി തിരിച്ചു എന്നുള്ളത്. അത് അല്ല, ഈ ഫോട്ടോസ് 19 ഫോട്ടോസ് ഞാൻ എടുത്തിട്ട് ബാക്കി ഈ ഒരു ഫോട്ടോസും കൂടി എടുക്കാണ്ടാന്നുള്ളൂ. അതൊരു 8 മാസം മുമ്പാണ് അതിന്റെ ന്യൂസൊക്കെ വന്നത്. പക്ഷെ ഇത് ഈ ന്യൂസ് വന്നതിന് ശേഷം അവരിത് കണ്ടിട്ട് ഈ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഇനിയിപ്പോൾ ഇത് എടുക്കാണ്ടിരിക്കേണ്ട എന്നുള്ള രീതിയിൽ അവർ നമുക്കൊരു ഇൻവിറ്റേഷൻ അയച്ചായിരുന്നു. പക്ഷെ അതിന്റെ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 8 മാസത്തിന് മേലെ വെയിറ്റ് ചെയ്തിരുന്നു. എന്താണ് ഈ ആണവ നിലയത്തിനകത്ത് കയറിയിട്ട് ഫോട്ടോ അനുഭവം? ഇത് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി, ഞാനിപ്പോൾ ടോട്ടൽ 845 കിലോമീറ്റർ ഈ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി യാത്ര ചെയ്തു. അബുദാബിയിൽ തന്നെ കുറെ പോകണല്ലോ. സൗദിയിലേക്ക് എനിക്ക് തോന്നുന്നു ആകെ 87 കിലോമീറ്റർ ഉള്ളൂ അവിടെ നിന്ന്. അവിടെ പോയി നമുക്കിപ്പോൾ ഈ ഒരു ഏരിയ മാത്രമേ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി താഴേക്കൊന്നും നമുക്ക് എടുക്കത്തില്ല. എടുക്കാൻ നമുക്ക് അത്രയും സെക്യൂരിറ്റിയാണ്. ഫോട്ടോസ് എടുത്ത് നമുക്ക് അവിടെ ആദ്യം നമുക്ക് VBO എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ബാഡ്ജിങ് ഓഫീസ്. അവിടെ പോയി നമുക്ക് ബാഡ്ജ് കിട്ടി പിന്നെ അവരെ വണ്ടിയിലാണ് നമ്മൾ ഉള്ളിലോട്ട് പോകുന്നത്. അവിടെ പോയി മാനേജ്മെന്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് മുകളിൽ കയറിയിട്ടാണ് ഫോട്ടോസ് എടുക്കുന്നത്. അപ്പോൾ അവര് ഇൻവൈറ്റ് ചെയ്തപ്പോൾ അത് വളരെ എളുപ്പമാണെന്ന് വിചാരിച്ചോ? 8 മാസം അപ്രൂവൽ കിട്ടണമെന്ന് വെച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ എന്തിലാണ് എടുക്കുന്നത്, ഫോട്ടോസ് മൊബൈലിലാണോ ക്യാമറയിലാണോ, അപ്പോൾ അതിന്റെ സീരിയൽ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കണം. സാധാരണ ഞാൻ മൊബൈലിലാണ് സാധാരണ എടുക്കുക. എൻ്റെ ഫോണിലാണ് എല്ലാ ഫോട്ടോസ് എടുത്തിട്ടുള്ളത്. ഇപ്പോ എത്ര ചിത്രങ്ങൾ ഇതുവരെ നോട്ടുകളിലുള്ളത് പകർത്തിയിട്ടുണ്ട്? ടോട്ടൽ 23 ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അതായത് ഈ 5 ദിർഹത്തിലെ സൂക്ക് തുടങ്ങി 23 ചിത്രങ്ങൾ. അതെ. 8 മാസം മുമ്പ് ഒരു 19 ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഈ 500 നോട്ട് റിലീസായി. ഓക്കെ. അപ്പൊ ഇതിലുള്ളത് ടെറ സസ്റ്റൈനബിലിറ്റി പാവലിയോൺ ആണ് നമ്മുടെ എക്സ്പോലത്തെ. പിന്നെ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ഫ്യൂച്ചർ മ്യൂസിയം ബുർജ് ഖലീഫ. ഇതടക്കം ഇപ്പൊ 23 ചിത്രങ്ങൾ നോട്ടിലുള്ള UAE കറൻസിയിലുള്ള എല്ലാ ചിത്രങ്ങളും അവിടെ പോയി എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇത് റെക്കോർഡാണല്ലോ അല്ലേ? അങ്ങനെ പറയാം. അപ്പൊ വേറെ ആരെങ്കിലും ഇതേപോലെ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്? ഞാൻ അങ്ങനെ ഒരാളെ മീറ്റ് ചെയ്തായിരുന്നു. പുള്ളിയുടെ പേര് രഞ്ജിത്ത് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അങ്ങനെ ന്യൂസ് ഒരു 8 മാസം മുമ്പ് കണ്ടിട്ട് ഇങ്ങനെ ഇൻസ്പയർ ആയിട്ട് ചെയ്തു. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. ഒരാൾ ഇൻസ്പയർ ചെയ്തിട്ട് ന്യൂസൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു ഇതേപോലെ നോട്ടിലെ ചിത്രങ്ങൾ പകർത്തിട്ടുണ്ട് പുള്ളി. ഇപ്പൊ ആണവ നിലയൊക്കെ ഇവിടെ വളരെ അപൂർവമായിട്ട് അതിനകത്ത് കയറാൻ തന്നെ പറ്റിയിട്ടുണ്ടാവുള്ളൂ. അത്ര ഒരു അവസരം കിട്ടി. ഇനി എന്താണ് ഒരു ഇതേപോലെ ചലഞ്ചുള്ളൊരു ചിത്രം മനസ്സിലുണ്ടോ? വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. അല്ല, നമുക്കൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, കോൾ വരുന്നുണ്ട്. ഇവൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു. എനിക്കൊരു ജോലി ഞാൻ ചേട്ടാ ഞാൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഭയങ്കര സന്തോഷമുണ്ട് വന്നിരുന്നുണ്ട്. അവര് തന്നെ എനിക്ക് അതിന്റെ മുകളിൽ കയറി ഫോട്ടോസ് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നിരുന്നു കുറച്ച് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. എന്തായാലും ഇത്തരം സാഹസിക ഫോട്ടോഗ്രാഫി എല്ലാ ആശംസകളും. ഓക്കെ, താങ്ക് യു സോ മച്ച്.